നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിലും ഭരണമുരടിപ്പിലും പ്രതിഷേധിച്ചാണ് അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചത്. പഞ്ചായത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങൾക്കും തീരുമാനങ്ങളോ പരിഹാരങ്ങളോ ഇല്ലെന്നും ഭരണപക്ഷ മെമ്പർമാർക്ക് ഇടയിലുള്ള പടലപ്പിണക്കങ്ങളും ഭിന്നതയും മൂലം പഞ്ചായത്ത് ഭരണം നിർജീവമായതായും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിലും ഭരണമുരടിപ്പിലും പ്രതിഷേധിച്ചാണ് UDF അംഗങ്ങൾ ഇന്ന് നടന്ന പഞ്ചായത്ത് കമ്മിറ്റി ബഹിഷ്കരിച്ചത്. പഞ്ചായത്തിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങൾക്കും തീരുമാനങ്ങളോ പരിഹാരങ്ങളോ ഇല്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു. അതിരൂക്ഷമായ മഴയും അതുപോലുള്ള പ്രകൃതി ദുരന്തവും ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിയന്തരമായി ഒരു പഞ്ചായത്ത് കമ്മിറ്റി കൂടിക്കൊണ്ട് ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വേണ്ടത്തക്ക രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നടത്തുവാനായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങളിവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഇന്ന വീഴ്ചകളുണ്ട്, ഇന്ന കാര്യങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന് കൂടി തീരുമാനിക്കേണ്ട പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർത്ത് കഴിഞ്ഞാൽ ആ പഞ്ചായത്ത് കമ്മിറ്റി ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കൂടുവാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. ഈ ജലജീവൻ മിഷൻ പദ്ധതി റോഡിൻ്റെ വശങ്ങളിലൂടെ JCB ഉപയോഗിച്ച് മാന്തി പൊളിച്ച് പൈപ്പിട്ടതിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ ആ റോഡിൻ്റെ വശങ്ങൾ മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് ഭംഗിയാക്കി തരാമെന്ന് പറഞ്ഞ കരാറുകാരൻ എവിടെ പോയി? 6 മാസമായി. അതുപോലും നടപ്പിലാക്കാൻ കഴിയാത്ത നിർജീവമായ ഒരു ഭരണസമിതി. ഈ ഭരണസമിതിയുടെ ഈ കെടുകാര്യസ്ഥത മൂലം ഇപ്പോൾ പഞ്ചായത്തിൻ്റെ റോഡുകളിൽ കൂടി യാത്ര ചെയ്യാൻ കഴിയില്ല. വാഹനങ്ങൾ ആ കുഴിയിൽ വീഴുന്നു. ജനങ്ങൾ മഴ കാരണം ഒരു വാഹനം വന്നാൽ വശങ്ങളിലേക്ക് മാറി നിൽക്കുമ്പോൾ ജനങ്ങൾ അതിലേക്ക് കാല് താന്നു പോവുകയാണ്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭരണപക്ഷത്തിലെ അംഗങ്ങളുടെ തർക്കങ്ങളാണ് കൂടുതലും നടക്കുന്നത്. ഇതുമൂലം പ്രാധാന്യമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നില്ല. മഴയുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റുകളെ വിളിച്ചുകൂട്ടി ചെയ്യേണ്ട മുന്നൊരുക്കങ്ങൾ ഇതുവരെ ചെയ്യാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. കാലവർഷക്കെടുതിയിൽ പഞ്ചായത്തിലെ നിരവധി വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും അവരെ സഹായിക്കാൻ പഞ്ചായത്ത് ഇടപെടുന്നില്ല. ഭരിക്കുന്ന പാർട്ടിയിലെ അംഗങ്ങൾക്ക് പോലും ഇക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പുണ്ട്. പഞ്ചായത്തിലെ മുൻ അക്കൗണ്ടന്റ് ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ക്രമക്കേട് കാണിച്ച സംഭവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ക്രമക്കേട് കണ്ടെത്തി മാസങ്ങൾ പിന്നിട്ട ശേഷം ഇന്നത്തെ കമ്മിറ്റിയിലാണ് ഇത് സംബന്ധിച്ച് കേസ് കൊടുക്കുന്നതിനായി പോലും ആലോചിച്ചതെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി. PMAY ലിസ്റ്റ് 2025-26 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം നേടിയെടുക്കൽ എന്നിവയിലും നടപടികൾ കൈക്കൊള്ളാൻ ഭരണസമിതിക്ക് സാധിച്ചില്ല. മാസങ്ങളായുള്ള പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി വാഹനങ്ങളിൽ വെള്ളമെത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതിന്റെ ചർച്ച നടന്നത് കാലവർഷം തുടങ്ങിയതിനു ശേഷമുള്ള കമ്മിറ്റിയിലാണ്. പടിഞ്ഞാറേക്കവലയിലെ വെയിറ്റിംഗ് ഷെഡ് കയ്യേറിയ വ്യക്തിയെ ഒഴിപ്പിക്കാൻ രാഷ്ട്രീയ സ്വാധീനം മൂലം പഞ്ചായത്ത് തയ്യാറാവുന്നില്ല. കൂടാതെ പഞ്ചായത്തിലെ വിവിധ കെട്ടിടങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട 20 ലക്ഷം രൂപയുടെ വാടക കുടിശ്ശിക തിരിച്ചെടുക്കാൻ ഭരണസമിതി തയ്യാറാവുന്നില്ല. പഞ്ചായത്ത് ഭരണം ഇത്തരത്തിൽ സ്തംഭിക്കാൻ കാരണം LDF ഭരണസമിതിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളും ഭിന്നതയും മൂലമാണെന്ന് UDF അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പഞ്ചായത്തിലെ ഭരണസ്തംഭനത്തിൽ പ്രതിഷേധിച്ച് വരും ദിവസങ്ങളിൽ UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും MS മഹേശ്വരൻ, ജോജി ഇടപ്പള്ളിക്കുന്നേൽ, രാജേഷ് ജോസഫ്, ഷിഹാബ് വീട്ടിക്കൽ, ലിനിമോൾ ജോസഫ് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.